ഓക്കെ, കോഡ് ആൻഡ് സർക്കിൾ എന്ന് പറയുന്ന പാട്ടിൽ നമ്മളിപ്പോ ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. ഫസ്റ്റ് തിയറിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. നമ്മുടെ സർക്കിളിൽ ഒരു കോഡ് വരച്ചു കഴിഞ്ഞാൽ ഈ കോഡിന് നമുക്കൊരു പേരിടാം. കോഡിന് നമ്മൾ സാധാരണ എന്താ പേരിടല്? സാധാരണ എന്താണ് പേരിടല്? ബാബുന്നോ ശശിന്നോ? എന്നല്ല പറയില്ല. നമുക്കൊന്ന് മാറ്റി പിടിച്ചിട്ട് ABCD നമുക്കൊന്ന് മാറ്റി പിടിച്ചിട്ട് അല്ല, ഇവനോട് ഞാൻ എന്നോട് ഇത് പറയാൻ പറഞ്ഞ ആൽഫബറ്റ് പറയാനാണോ പറഞ്ഞത്? PQ എന്ന് പറയുന്ന എന്ത് കൊടുത്തു? PQ എന്ന് പറയുന്ന എന്ത് വരച്ചു? നമ്മള് ഒരു കോഡ് വരച്ചു. ഓക്കെ, നിങ്ങളോട് ശ്രദ്ധിക്കണം. ഞാൻ ഈ കോഡ് സർക്കിളിൽ വേറൊരു പോയിന്റിലേക്ക് കണക്ട് ചെയ്യണ്ട. ഇവിടെ ഞാനൊരു പോയിന്റിലേക്ക് കണക്ട് ചെയ്തു, ഞാൻ വേറെ ഒരു പോയിന്റിലേക്ക് കണക്ട് ചെയ്തു. സർക്കിളിൽ തന്നെ വേറെ ഒരു പോയിന്റ്. കോഡ് മാറുന്നില്ല കേട്ടോ. PQ എന്ന് പറയുന്ന ആള് മാറുന്നില്ല. PQ മാറാതെ ഞാൻ ഒരുപാട് ട്രയാങ്കിൾസ് ഇങ്ങനെ വരയ്ക്കുകയാണ്. കുറെ ട്രയാങ്കിൾസ് ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. PQ മാത്രം ചേഞ്ച് ചെയ്യുന്നില്ല. PQ ചേഞ്ച് ചെയ്യാതെ, കോഡ് ചേഞ്ച് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇങ്ങനെ കുറെ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ കുറെ ആംഗിൾസ് നമ്മൾ ഈ കോഡ് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾസ് എന്നാണ് ഇവരൊക്കെ പറയാം. ഈ കോഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആംഗിൾസ് ആണ് ഈ പറയുന്ന ആംഗിൾസ് ഒക്കെ. ഞാനിവിടെ കുറെ ആംഗിൾസ് വരയ്ക്കാണ്. അപ്പൊ നല്ലൊരു രസമുള്ള ഫിഗർ വന്നു അല്ലെ? അപ്പോ ആ പോയിന്റിനൊക്കെ ഞാൻ ജസ്റ്റ് ABCD പേര് കൊടുക്കാണ്. ഇത് A, ഇത് B, ഇത് C, ഇത് D, ഇത് E, ഇത് F, ഇങ്ങനെ നമ്മൾ കൊടുക്കാണ്. ഓക്കെ, ഇങ്ങനെ നമ്മളൊരു സർക്കിളിൽ ഒരു കോഡ് സബ്റ്റൻഡ് ചെയ്യുന്ന എല്ലാ ആംഗിൾസും നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. എല്ലാ ആംഗിൾസും വരച്ചിട്ടില്ല, മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലേക്ക് ഒരു കോഡിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ കുറെ ആംഗിൾസ് വരച്ചിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് എവിടെയും വരക്കാം മക്കളെ, താഴെയും വരക്കാം. ഓക്കെ, ഇപ്പൊ തിയറി ഇതാണ് മക്കളെ. ഈ ആംഗിൾസ് എല്ലാം ഇവിടെ ആംഗിൾസ് ഏതൊക്കെയാണ്? ഒരു ആംഗിൾ നിങ്ങൾ പറഞ്ഞാൽ ഞാനൊരു ആംഗിൾ പറയാം. ആംഗിൾ PAQ, ഒരു ആംഗിൾ PAQ. വേറൊരു ആംഗിൾ പറഞ്ഞ നിങ്ങൾ ഓരോരുത്തർ ഒരു ആംഗിൾ പറഞ്ഞേ. P ആംഗിൾ ആംഗിൾ PBQ. വേറൊരു ആംഗിൾ പറഞ്ഞേ. ആംഗിൾ PCQ. വേറൊരു ആംഗിൾ പറഞ്ഞേ. PDQ. ആംഗിൾ PDQ. Then ആംഗിൾ PEQ. ആംഗിൾ PEQ. Then അടുത്ത ആംഗിൾ PFQ. ആംഗിൾ PFQ. ഏത് ആംഗിൾ? നമ്മൾ ഈ PQ മാറുന്നില്ല. ഈ PQ തന്നെയാണ് നമ്മൾ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. PQ തന്നെ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. അപ്പൊ ആംഗിൾ PAQ, PBQ, PCQ, PDQ, PEQ, PFQ, അങ്ങനെ കുറെ ആംഗിൾസ് കിട്ടി അല്ലെ? ഈ ആംഗിൾസിന്റെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് അറിയാം മക്കളെ? ഈ ആംഗിൾസ് ഒക്കെ ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഈ ആംഗിൾസ് എല്ലാം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ തിയറി ഇതാണ് പറയുന്നത്, all the angles subtended by എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്യാന്നാണ് കേട്ടോ. subtended by സെയിം കോഡ്. ഒരു കോഡ് തന്നെ ആയിരിക്കണം കേട്ടോ. സെയിം കോഡ് അല്ലെങ്കിൽ സെയിം ആർക്ക് എന്നും പറയാം. നമുക്ക് ഈ PQ കോഡ് എന്നും പറയാം. ഇവിടെ ഞാനൊരു T ഇടാണെങ്കിൽ PTQ എന്ന് പറയുന്ന ആർക്ക് എന്നും പറയാം. അപ്പൊ ഈ ആർക്ക് സബ്റ്റൻഡ് ചെയ്യുന്ന കോഡ് ആംഗിൾ എന്നും പറയാം, അല്ലെങ്കിൽ ആ കോഡ് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ എന്നും പറയാം. ഓക്കെ, അപ്പൊ ഓൾ ദി ആംഗിൾസ്. എടാ ഇത് പറയട്ടെ റെയ്ഹാനെ, വരക്കാൻ ടൈം തരാൻ ഞാന്. നിങ്ങൾ ഇതിന്റെ ഇടയിൽ വരക്കാൻ കഴിഞ്ഞിട്ട് ഞാൻ പറയാ. ഇപ്പോഴും നിങ്ങൾ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ഇത് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ അവിടെ വരക്ക എഴുതൊന്നും വേണ്ട. ഓക്കെ, അപ്പോ ഓൾ ദി ആംഗിൾസ് സബ്റ്റൻഡഡ് ബൈ ദി സെയിം കോഡ് ആർ ഈക്വൽ. ഇതാണ് ഒന്നാമത് നിങ്ങൾ പഠിക്കേണ്ട തിയറി. നമ്മളെ ആംഗിളിന്റെ സെമി സർക്കിൾ 90 ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത തിയറി പഠിക്കേണ്ടതാണ് all the angles subtended by same codes are equal. ഒരേ കോഡ് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾസ് ആണെങ്കിൽ ആ ആംഗിൾസ് ഒക്കെ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതാണ് ഒന്നാമത്തെ തിയറി. ഇതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സപ്പോസ് ഇവിടെ ആംഗിൾ D എന്ന് പറയുന്ന ആള് X ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ E എത്ര ഡിഗ്രി ആയിരിക്കും? ആംഗിൾ E എത്ര ഡിഗ്രി ആയിരിക്കും? X തന്നെ ആയിരിക്കും. കാരണം എന്താണ്? ആംഗിൾ ഈക്വൽ ആണെന്നാ പറഞ്ഞത്. ദെൻ C എത്ര ആയിരിക്കും? X തന്നെ ആയിരിക്കും. ദെൻ B എത്ര ആയിരിക്കും? X തന്നെ ആയിരിക്കും. A എത്ര ആയിരിക്കും? X തന്നെ ആയിരിക്കും. F എത്ര ആയിരിക്കും? X തന്നെ ആയിരിക്കും. അതായത് ഈ കോഡ് സബ്റ്റൻഡ് ചെയ്യുന്ന എല്ലാ ആംഗിൾസും എന്താണ് മക്കളെ? ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ആംഗിൾ PAQ ഈക്വൽ ടു ആംഗിൾ PBQ ഈക്വൽ ടു
ആംഗിൾ PCQ ഈക്വൽ ടു ആംഗിൾ PDQ ഈക്വൽ ടു ആംഗിൾ PEQ ഈക്വൽ ടു, ഇവിടെയുള്ള എല്ലാ ആംഗിളും എന്താണ്? ഈക്വൽ ആണ്. ഇതാണ് ഒന്നാമത് പഠിക്കേണ്ട തിയറി. തിയറി ഓക്കെ ആണോ മക്കളെ? ഓക്കെ അല്ലേ? മനസ്സിലായോ? അപ്പൊ ഒരു കോഡ് സബ്റ്റൻഡ് ചെയ്യുന്ന എല്ലാ ആംഗിൾസും എന്താണ്? ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ആ ഫിഗർ വരയ്ക്കാം. ഞാൻ ആ സൈഡിൽ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എഴുതിയെടുത്ത വേഗം. സാർ ഈ ചാപ്റ്റർ ടോപ്പിക് ടോപ്പറിലുണ്ട്. നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് ആണുള്ളത്. എത്തുന്നത് വരെയാണ് ഉണ്ടാവുക. ഓക്കെ, എക്സാമാണോ ചോദിച്ചാൽ ബുക്കാണോ ചോദിച്ചത് നീ? ആ സാർ, എക്സാമിന് ഉണ്ടോന്നാണോ ചോദിച്ചത്? ബുക്കിൽ ഉണ്ടോന്നാണോ? ടോപ്പിക് ടോപ്പർ എക്സാമിനല്ല ബുക്കിൽ ഉണ്ടോന്നാ ചോദിച്ചത്. ആ ബുക്കിലുണ്ട്, സർക്കിൾസ് ഉണ്ട്. ബുക്ക് ഇനി വാങ്ങിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടോ? ആരാത്? ആരെക്കൊണ്ട്? ആ ലീപ ഒന്ന് ബ്രദറിനോട് വന്ന് വാങ്ങിക്കാൻ പറയട്ടോ. പിന്നെ ആരാരില്ലല്ലോ. ആ വന്നു. സാർ ആ സ്ക്രീൻ ഓഫ് ആക്കി. എന്താടാ ഓഫ് ആക്കി. ആരോഫാക്കി? സാർ ഓഫ് ആക്കി. ഞാനോ? ഈ വീഡിയോ ഓഫ് ആക്കി പോയിട്ട് ഈ സ്ക്രീൻ ഓഫ് ആക്കി എന്നറിയാം. വീഡിയോ ആരോ ഓഫ് ആക്കി? ഓണാണ്. സ്ക്രീൻ എല്ലാവർക്കും കാണുന്നില്ല മക്കളെ? എന്റെ ഫാൻ കറങ്ങുന്ന കാണുന്നത്. കാണുന്നില്ല. എന്റെ ഫാൻ കറങ്ങുന്ന കാണുന്നത്. സ്ക്രീൻ എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഒന്ന് ലെഫ്റ്റ് അടിച്ച് കയറി വെക്കും. എന്റെ റേഞ്ചിന്റെ ഇഷ്യൂ. ഓക്കെ സാർ. എഴുതി കഴിഞ്ഞു എല്ലാരും? ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദി സെയിം കോഡ് ആർ ഈക്വൽ. എഴുതിയ മക്കളെ? എല്ലാരും എഴുതിയില്ലേ? ഋഷി, നിരഞ്ജനോട് പോയി? നിരഞ്ജന ഇല്ലല്ലോ. ശരി. എഴുതി? എല്ലാവരും എഴുതി കഴിഞ്ഞോ? സ്പീഡാക്കടാ. സാറേ ഞാൻ പോന്നിട്ടല്ലേ. എവിടെ പോയതിനു? All the angles subtended by the same chord are equal. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൂടെ അവിടെ വരച്ച് കാണിച്ചുതരാം. അപ്പൊ നിങ്ങൾക്ക് ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിൽ ഒരു കോഡ് ഉണ്ട്. ആ കോഡ് ഇവിടെ സബ്റ്റൻഡ് ചെയ്ത ആംഗിൾ അതേ കോഡ് ഇങ്ങോട്ടേക്കും സബ്റ്റൻഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണുള്ളത്? നിങ്ങൾക്ക് തന്നിട്ടുള്ളത് എന്താന്ന് വെച്ചാല് ഇതിലുള്ള ഒരു ആംഗിള് എക്സ് തന്നിട്ടുണ്ട്. സോറി, എക്സ് അല്ല, ഒരു ആംഗിള് ഒരു 50 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇവിടെ ആംഗിൾ എ. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി എത്ര ആയിരിക്കണം? 50. ആംഗിൾ ബി ഓൾസോ ഈക്വൽ ടു 50 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അതാണ് തിയറി പറയുന്നത് കേട്ടോ. അതൊരു എക്സാമ്പിൾ ആയിട്ട് നോട്ട് ചെയ്യാം. അവിടെ എക്സാമ്പിൾ ആയിട്ട് നോട്ട് ചെയ്യാം. ഓക്കെ സാർ.
ഇത്രയും എഴുതി കഴിഞ്ഞാൽ പറയണേ. Sir, example എഴുതിക്കൊണ്ടിരിക്കുന്നു. എഴുതിയോ? Sir, എഴുതി. ഇതിന്റെ മുകളിൽ തന്നെ ഒരു തിയറിയും കൂടെ പറയാനുണ്ട്, ഒരു കാര്യം കൂടെ, ഒരു കൺസെപ്റ്റും കൂടെ. ഈ സെയിം കൺസെപ്റ്റ് തന്നെയാണ്. അതായത് ഒരു സർക്കിളില് ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. ആ സർക്കിളിൽ ഒരു കോഡ് ഉണ്ട്. ആ കോഡ്, നമ്മളൊരു സർക്കിളിൽ ഒരു കോഡ് വരച്ചു കഴിഞ്ഞാൽ ആ സർക്കിൾ 2 കഷ്ണമായിട്ട് മാറില്ലടാ. 2 കഷ്ണമായിട്ട് മാറില്ലേ? യെസ് ഓർ നോ? യെസ്. 2 കഷ്ണമായിട്ട് മാറും. അതിൽ അങ്ങനെ കഷ്ണത്തിന്, ആ കഷ്ണത്തിന് നമ്മൾ വിളിക്കുക, ഈ വലിയ കഷ്ണത്തിനെ നമ്മൾ മേജർ സെഗ്മെന്റ് എന്നാ വിളിക്കുക. നിങ്ങൾ പഠിക്കുന്നു വേണേ പറഞ്ഞുള്ളൂ. മേജർ സെഗ്മെന്റ്. ഈ ചെറുതിനെ നമ്മൾ വിളിക്കുക മൈനർ സെഗ്മെന്റ് എന്നാ വിളിക്കുക. മൈനർ സെഗ്മെന്റ്. മേജർ സെഗ്മെന്റ് ആൻഡ് മൈനർ സെഗ്മെന്റ്. അപ്പൊ നമ്മൾ ഒരു സെഗ്മെന്റിൽ ഒരു ആംഗിൾ വരച്ചു, നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു സെഗ്മെന്റിൽ ഒരു ആംഗിൾ വരച്ച് പഠിച്ചു. ഈ ആംഗിൾ നമ്മൾ എക്സ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഭാഗത്തേക്ക് നമ്മൾ ആംഗിൾ വരച്ചു. ഇനി നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, എന്തുകൊണ്ട് നമ്മൾ താഴോട്ടേക്ക് വരച്ച് നോക്കിയില്ല എന്നുള്ളത് അല്ലെ? അപ്പൊ താഴോട്ടേക്കുള്ളത് ഞാൻ വരക്കാണ്ടത്, താഴോട്ടേക്ക് വരച്ചു. താഴോട്ട് ഇതേപോലെ നിങ്ങൾക്ക് എത്ര ആംഗിൾ വേണമെങ്കിലും വരക്കാം. ഇവിടെയും വരക്കാം, ഇവിടെയും വരക്കാം. ആ ആംഗിൾ ഒക്കെ എന്തായിരിക്കും മക്കളെ? നമ്മൾ പഠിച്ചിട്ടേ ഉള്ളൂ. ആ ആംഗിൾ ഒക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ആംഗിൾ ഒക്കെ സെയിം ആയിരിക്കും. ഇപ്പൊ ഇവിടെ ഞാൻ എ ബി എന്ന് പറയുന്ന ഒരു കോഡ് നമ്മളെ സർക്കിളിൽ സി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ആംഗിൾ എക്സ് ഡിഗ്രി മേക്ക് ചെയ്തിട്ടുണ്ട്, പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇത് ഡി എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഇ എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഈ എഫ് എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടാക്കുന്ന ഈ ആംഗിൾ എന്ന് പറഞ്ഞാണെങ്കിൽ, ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും അറിയോ? 180 മൈനസ് എക്സ് ആയിരിക്കും. എത്ര ആയിരിക്കും? 180 മൈനസ് എക്സ്. അതായത് ഈ 2 ആംഗിൾസും ആഡ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ, അല്ലെങ്കിൽ ഈ 2 ആംഗിൾസും സപ്ലിമെന്ററി ആംഗിൾസ് ആയിരിക്കും. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടണം നമുക്ക്? 180 കിട്ടണം. അപ്പോൾ ഈ 3 ആംഗിൾസ് എത്ര ആയിരിക്കും മക്കളെ? 180 മൈനസ് എക്സ്, 180 മൈനസ് എക്സ്, 180 മൈനസ് എക്സ് ആയിരിക്കും. മനസ്സിലാകാത്തവരുണ്ടാവും. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം, അവിടെ ശ്രദ്ധിക്കാം. അപ്പോൾ ഒരു സർക്കിൾ ഉണ്ട്. ഈ സർക്കിളിലുള്ള ഒരു സെഗ്മെന്റിലുള്ള ആംഗിൾ, ഇത് തിയറി ആക്കി ഞാൻ എഴുതുന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾ തിയറി നമ്പർ 2 എന്നിട്ടുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണെന്ന് മാർക്ക് ചെയ്താൽ മതി. ഈ ഫിഗർ പഠിച്ചാൽ മതി. ഓക്കെ, ഫിഗറിൽ എങ്ങനെയാണ് വരുന്നത് പഠിച്ചാൽ മതി. അപ്പോ ഞാൻ ഈ ഒരു സെഗ്മെന്റിലുള്ള ആംഗിൾ 50 ഡിഗ്രി എടുത്തു. ഒരു സെഗ്മെന്റിലുള്ള ആംഗിൾ 50 ഡിഗ്രി എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇതിൽ താഴത്തെ സെഗ്മെന്റിലുള്ള ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കണം? എങ്ങനെ കണ്ടുപിടിക്കാം നമ്മള്? 180 minus 50. യെസ്, വെരി ഗുഡ്. 180 മൈനസ് 50. എത്രടാ 180 മൈനസ് 50? 130. 130 ഡിഗ്രി. 180 മൈനസ് 130 ഡിഗ്രി. ഇപ്പൊ തിയറി എന്താന്ന് മനസ്സിലായോ? തിയറി മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? യെസ് സർ. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ്? ഒരു സെഗ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. രണ്ടാമത് പഠിച്ചത് എന്താണ്? ആ ആംഗിൾ ഏതാണെങ്കിലും ശരി, അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ, താഴത്തെ സെഗ്മെന്റിൽ വരുന്ന ആംഗിൾ എന്തായിരിക്കും? 180യിൽ നിന്ന് ആ ആംഗിൾ സബ്ട്രാക്ട് ചെയ്യുന്നതായിരിക്കും. 2 തിയറിയാ പഠിച്ചത്. 2 ഓക്കെ അല്ലേ മക്കളെ? യെസ് ഓർ നോ? ഓക്കെ ആണോ? ലിബ, റൈഹാൻ, അക്ഷയ്, കാതറിൻ, ഖുഷി, ദിയ? ഓക്കെ സർ. ഓക്കെ, അപ്പൊ ഈ രണ്ടാമത്തെ ഫിഗർ വരയ്ക്കാം. എന്നിട്ട് അതിന് എക്സാമ്പിൾ വരച്ചു വെക്കാം. പെട്ടെന്ന് ചെയ്തേ. നമ്മളിത് ഈ തിയറി നല്ലോണം പഠിക്കും. ഇന്ന് തന്നെ നമ്മൾ ഫുൾ തിയറി, ഇന്ന് ഒരു തിയറിയും കൂടെ പറഞ്ഞാൽ തിയറി ഫുള്ള് കഴിയും. നമ്മൾ അത് മാത്രമേ പഠിക്കുന്നുള്ളൂ. ഓക്കെ, അത് നല്ലോണം പഠിക്കുന്നു. പിന്നെ ഒരു ചെറിയൊരു കൺസ്ട്രക്ഷനും ചെയ്യുന്നു, നമ്മൾ പോകുന്നു. അത് നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇന്നുള്ള തിയറി കംപ്ലീറ്റ് നമ്മൾ പഠിച്ച് സെറ്റ് ആക്കിയിട്ടേ പോവുള്ളൂ. അതിന്റെ പ്രോബ്ലംസ് ചെയ്തിട്ടേ പോവുള്ളൂ. ഓക്കെ, ഇത് എഴുതി കഴിഞ്ഞാൽ പറയാം. രണ്ടും വരക്കണം. ഒന്നാമത്തെ തിയറിയിലെ ഫിഗർ ആണ്. രണ്ടാമത്തത് എന്താണ്? അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ തന്നതാണ്. ഓക്കെ, വരച്ചു കഴിഞ്ഞാൽ പറയണേ.
നിങ്ങൾ കോമ്പസ് ഒക്കെ യൂസ് ചെയ്ത് വരക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനി അടുത്തത് മുതൽ ഫുൾ കോമ്പസ് കൊണ്ടുള്ള കളിയാണ്. അപ്പൊ നിങ്ങൾ കോമ്പസ് ഒക്കെ ഒന്ന് പിടിക്കാൻ പഠിക്കണം ആദ്യം, അല്ലെ കൈ വിറക്കും. പിന്നെ കോമ്പസ് ഒക്കെ ഉപയോഗിക്കുമ്പോണ്ടല്ലോ മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം, ബോക്സ് ഉണ്ടാക്കി എന്തായാലും നിങ്ങൾ കോമ്പസിന്റെ മുകളിൽ വെക്കുന്ന പെൻസിൽ, നിങ്ങൾ കോമ്പസിന്റെ മുകളിലത്തെ പെൻസിൽ ഒന്ന് കാണിച്ചേ എല്ലാവരും, ഒന്ന് ക്യാമറ കാണിച്ചേ, കോമ്പസ് കാണിച്ചേ എല്ലാവരുടെയും, കോമ്പസ് മൊത്തം ഒന്ന് കാണിച്ചേ. ഓക്കെ, ലീവന്റെ കണ്ടു, കാതറിൻ ഓക്കെ, ദിയ കാണിച്ചേ, ഖുഷി ഓക്കെ. ഖുഷി അവിടെ, ഖുഷിന്റെ അവിടെ കട്ടെ. ദിയ ഒന്ന് നല്ല പൊന്തിച്ച് കാണിച്ചേ, നല്ല പൊക്കി പിടിച്ചേ. ഓക്കെ, റെയ്ഹാൻ കാണിച്ചേ. റെയ്ഹാനെ എന്റെ കോമ്പസ് കാണിക്കണം. സാറിന്റെ കോമ്പസ് കാണുന്നില്ല. എന്റെ കോമ്പസ് കാണുന്നില്ലേ? കോമ്പസ് കാണിക്ക് ഇത്ര നേരം വരക്കുന്നത് എവിടെ നിന്നാണോ? കണ്ട്. ഞാനിന്ന് എന്റെ അമ്മനെ വിളിക്കുന്നുണ്ട്, എന്തായാലും എന്റെ അമ്മനെ വിളിക്കും. കോമ്പസ് സാറിന് വരച്ചിക്കണല്ലോ. എന്റെ കോമ്പസ് എവിടെ കാണിച്ചോണ്ടോ ആദ്യം? സാർ സത്യം കോമ്പസ് കാണുന്നില്ല. അപ്പൊ ഇപ്പൊ വരച്ചതൊക്കെ പിന്നെ മറ്റേ എയർന്ന് എടുത്തിട്ട് വരച്ചാണോ? അത് ശരി. അല്ല, ഇങ്ങനൊക്കെ വരച്ചു. എടാ ഇവൻ എന്താടാ, നമുക്ക് കോമ്പസ് പെൻസിലാണ് നടക്കൂല കേട്ടോ, കൺസ്ട്രക്ഷൻസ് ചെയ്യാൻ പോണ റെയ്ഹാനെ. ഇങ്ങനെ ഇമ്മനെ പറ്റിച്ച് നടന്നോ? നമ്മളൊക്കെ പണ്ട് ക്ലാസ്സിലെ ഗേൾസിന്റെ വള വാങ്ങിയിട്ടൊക്കെ വരക്കണ നിങ്ങൾ വരക്കാൻ പാടുണ്ടോ? അത് ശരി. ഫാത്തിമന്റെ കോമ്പസ് ഒന്ന് കാണിച്ചേ, ഒന്ന് പൊന്തിച്ചേ, ഒന്നുകൂടെ നോക്കിയേ. ഓക്കെ, കൃഷ്ണന്റെ കോമ്പസ് കാണിക്കണം. ഇജ്ജ് കുറച്ചും കൂടെ വിട്ടുന്നടാ ക്യാമറന്റെ അവിടെ നിന്ന്, കുറച്ചും കൂടെ അപ്പുറത്തേക്ക്. ഇത് മറ്റേ ബില്ലാദനൊക്കെ ഈ ഒളിത്താവളത്ത് താമസിക്കൂലേ, അതേപോലെയാണ് ഇവൻ അവിടെ നിൽക്കുന്നത്. ഇവന്റെ തല പോലും കാണുന്നില്ല. ബാക്കിയുള്ളവരോടൊന്നും ഞാൻ ചോദിക്കുന്നില്ല, ക്യാമറ ഓൺ ആക്കിയവരോടെ ഞാൻ ചോദിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവര് നമ്മളെ പറ്റാത്ത ആൾക്കാരെ. ഗീന ക്യാമറ ഓൺ ആക്കിയേ, ക്യാമറ ഓൺ ആക്കി. ഓക്കേടാ, കോമ്പസിന്റെ മുകളിൽ മക്കളെ കോമ്പസിനെക്കാളും വലിയ പെൻസിൽ വെക്കരുത്. കോമ്പസിന്റെ മുകളിൽ കോമ്പസിനെക്കാളും വലിയ പെൻസിൽ വെക്കുമ്പോൾ എന്താ പ്രശ്നം? നിങ്ങൾ ഇങ്ങനെ വരക്കുമ്പോഴില്ലേ, ഇങ്ങനെ വന്ന് മൂപ്പര് ഇവിടെ വെച്ച് സ്റ്റോക്ക് ആവും, ഇവിടെ നിൽക്കും. എന്നിട്ട് നിങ്ങൾ മാറ്റും, പിന്നെ നിങ്ങളെ റേഡിയസും മാറും, എല്ലാം മാറും, പിന്നെ ചിത്രം മൊത്തത്തിൽ മാറും. എന്നിട്ട് പറയും സാർ ഇത് സാറ് പറഞ്ഞ തെറ്റാണ്, ഇത് വരച്ചിട്ട് കിട്ടുന്നില്ല. പാവം സാറിന്റെ തലയിലേക്ക് കയറും. കോമ്പസ് ഒക്കെ ഒന്ന് നല്ല ചെറിയ കോമ്പസിനെക്കാളും ചെറിയ പെൻസിലൊക്കെ അതിന്റെ മുകളിൽ വെച്ച് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ വലിയ വലിയ ആൾക്കാളികൾ അതിനെ കൊണ്ട് എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷെ ശ്രദ്ധിച്ച് ചെയ്യാം. ഓക്കെ, ഒരു തിയറി കൂടെ ഉണ്ട്, മൂന്നാമത്തെ തിയറി പറയാൻ വേണ്ടി പോവാണ്, തേർഡ് വൺ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ്. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന മൂന്നെണ്ണം ഞാൻ വേണ്ട സാധനങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പറയുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ പറയുന്ന തിയറി ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മളൊരു കോഡ് വരച്ചു എന്ന് വിചാരിച്ചാൽ, സർക്കിളിൽ ഒരു കോഡ് വരച്ചു. ഈ കോഡിന്റെ സെൻട്രൽ ആംഗിൾ, എന്ന് പറയുന്ന സാധനമാണ്. ഈ സെന്ററില്, സർക്കിളിന്റെ സെന്ററിൽ O എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, അതിനെ നമ്മൾ O എന്ന് പറയും. അപ്പൊ AB നമ്മൾ സർക്കിളിന്റെ സെന്ററിലേക്ക് കണക്ട് ചെയ്യുന്ന ആംഗിൾ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻട്രൽ ആംഗിൾ. എന്താ വിളിക്കാം? സെൻട്രൽ ആംഗിൾ. ഒരു കോഡിന്റെ എന്ന് ചോദിച്ചാലും, അല്ലെങ്കിൽ ഒരു ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് സർക്കിളിന്റെ സെന്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള എന്ത് പറയാ? സെൻട്രൽ ആംഗിൾ എന്ന് പറയാം. ഓക്കെ, ഈ സെൻട്രൽ ആംഗിളിന്റെ നേരെ പകുതി ആയിരിക്കും, ഈ കോഡ് സർക്കിളിലേക്ക് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ. അതായത് സർക്കിളിലേക്ക് വരച്ചു എന്ന് വിചാരിക്കാം, ഇതേ കോഡ് മൈക്ക് ഓഫ് ആക്കി, ഇതേ കോഡ് സർക്കിളിലേക്ക് കണക്ട് ചെയ്യുന്ന കിട്ടുന്ന ആംഗിൾ എന്ന് പറഞ്ഞാണെങ്കിൽ, ഈ സെൻട്രൽ ആംഗിളിന്റെ എത്ര ആയിരിക്കും ഞാൻ പറഞ്ഞത്? സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും. സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും. അതായത് ഈ സെൻട്രൽ ആംഗിൾ X ആണെങ്കിൽ ഇതിന്റെ മുകളിൽ വരുന്ന ആംഗിൾ എത്ര ആയിരിക്കും മക്കളെ? x/2 ആയിരിക്കും. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് x/2 ഒക്കെ കണ്ട് നിങ്ങൾ ബേജാറാവും. അതുകൊണ്ട് ഞാൻ ഇവിടെ എന്തെടുക്കാണ്, നമുക്ക് ഏറ്റവും എളുപ്പമുള്ള 2x എന്ന് എടുക്കാണ്. ഓക്കെ, അപ്പൊ സെൻട്രൽ ആംഗിൾ 2x ആണെങ്കിൽ നേരെ മുകളിൽ എത്ര ആയിരിക്കും വരിക?
1x 1x ആയിരിക്കും വരാം, എക്സ് ആയിരിക്കും വരാം. ഓക്കെ, സെൻട്രൽ ആംഗിൾ 2x ആണെങ്കിൽ അതിന്റെ മുകളിൽ എത്രയായിരിക്കും വരാം? എക്സ് ആയിരിക്കും വരാം. അപ്പൊ മുകളിൽ എന്ന് പറഞ്ഞാൽ ആ കറക്റ്റ് അവിടെ പോയിന്റ് മാത്രമല്ല കേട്ടോ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു കോഡ് സബ്റ്റെൻഡ് ചെയ്യുന്ന എല്ലാ ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പം ആ പോയിന്റിൽ തന്നെ ആവണമെന്നില്ല, ഇങ്ങോട്ട് വരച്ചാലും ശരി അവിടെ എക്സ് തന്നെ ആയിരിക്കും, ഇനിയിപ്പോ ഇങ്ങോട്ട് വരച്ചാലും ശരി അവിടെ എന്ത് ആയിരിക്കും? എക്സ് തന്നെ ആയിരിക്കും. ആ കാര്യം മറന്നുകൊണ്ടാ ഫസ്റ്റ് പഠിച്ച തിയറി. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ തിയറി, ഇതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മക്കളെ, ഫോർ എക്സാമ്പിൾ ഒരു സർക്കിൾ ഉണ്ട്, ആ സർക്കിളിൽ ഒരു കോഡ് ഉണ്ട്, ആ കോഡിന്റെ സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി ആണെങ്കിൽ, കോഡിന്റെ സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി ആണെങ്കിൽ, സപ്പോസ് 120 ഡിഗ്രി ആണെങ്കിൽ, പെട്ടെന്ന് പറയണേ, ഇതേ കോഡ് സർക്കിളിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ എത്ര ഡിഗ്രി ആയിരിക്കും വരിക? 60. 120 ഡിഗ്രിന്റെ പകുതി ആയിരിക്കും. 120 ഡിഗ്രിന്റെ പകുതി ആയിരിക്കും. എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രി ആയിരിക്കും വരിക. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ച തിയറി കൂടുതൽ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ, അപ്ലൈ ചെയ്യുന്നുണ്ട്, നോക്കിക്കേ. നേരെ താഴോട്ട് വരികയാണെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും? ഫസ്റ്റ് രണ്ടാമത് പഠിച്ച സാധനം എത്ര വരിക? 120. 180 മൈനസ് 120. 180 മൈനസ് വാട്ട്? 60. നിങ്ങൾ ആൻസർ പറയണം, നിങ്ങൾ കൺസെപ്റ്റ് പറഞ്ഞാൽ മതി. നിങ്ങൾ ആൻസർ എന്ത് പറഞ്ഞാലും എനിക്ക് വിഷയമല്ല. 180 മൈനസ് 60 നിങ്ങൾ കൺസെപ്റ്റാ പഠിക്കേണ്ടത്, ആൻസർ നിങ്ങൾ മൈൻഡിൽ ചെയ്തിട്ട് പറയുന്നത് തെറ്റായിരിക്കും. നിങ്ങൾ അത് സ്റ്റെപ്പ് എഴുതി നോക്ക്, സ്റ്റെപ്പ് എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. 180 മൈനസ് 60 എത്ര? 110 ആണോ? എത്രയാണ്? 120. ആണ്. ഓക്കെ, 180 മൈനസ് 60 120 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത് എക്സാമ്പിൾ ആയിട്ട് കൊടുക്കുക, ഇത് തിയറി ആയിട്ട് കൊടുക്കുക. തേർഡ് തിയറി ഇമ്പോർട്ടന്റ് ആണ്. ആ ഫിഗർ പഠിച്ചാൽ മതി. ഞാൻ വേർഡ്സിൽ പറഞ്ഞു തരണ്ടല്ലോ, ഇതിന്റെ മാത്സിൽ ആവശ്യമില്ല, അത് തിയറി ഒന്നും നിങ്ങളോട് ചോദിക്കുന്നില്ല. ഒരു സർക്കിളിൽ ഒരു കോഡ് ഉണ്ടെങ്കിൽ ആ കോഡിന്റെ സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും അതേ കോഡ് സർക്കിളിൽ സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ. ഓക്കെ, ഫിഗർ വേണ്ടാൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക്. ഓക്കെ അല്ലേ? ഓക്കെ സർ. എല്ലാവരും വരച്ചേ, പെട്ടെന്ന് വരച്ചേ, ഫാസ്റ്റ് ആയിട്ട് വരച്ചേ. 3 തിയറിയാണ് നമ്മൾ പഠിച്ചത്. ഈ 3 തിയറിന്റെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാം. ഓക്കെ, പെട്ടെന്ന് വരയ്ക്കാം എല്ലാവരും. വീഡിയോ ഓഫാക്കി പോയാലൊക്കെ തിരിച്ചു വരേണ്ടതാണ്. നിങ്ങൾ ആ വീഡിയോന്റെ മുകളിൽ കളിക്കുന്നത് എന്തിനാ വെറുതെ? ഇഷാനെ വീഡിയോ ഓൺ ആക്ക്, അല്ലെങ്കിൽ ഈ പോയിക്കോട്ടോ. ടാറ്റ ബൈ ബൈ, സി യു മീറ്റ്. പവിത്ര ടാറ്റ. റൈഹാനും ലിബയും വീഡിയോ ഓൺ ആക്കാം. വീഡിയോ ഓഫ് ആക്കിയൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് ഔട്ട് ആക്കി റിമൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താണ് പറ്റിയെന്ന് ചോദിക്കണ്ട. എഴുതി കഴിഞ്ഞോ? തിയറി എഴുതി കഴിഞ്ഞോ? റൈഹാന വീഡിയോ ഓൺ ആക്കടാ. റിമൂവ്. എഴുതി മക്കളെ, ക്വസ്റ്റ്യൻ പറയട്ടെ. അപ്പൊ നമ്മൾ പഠിച്ച തിയറി മനസ്സിൽ വെക്കാം. 3 തിയറിയാണ് പഠിച്ചിട്ടുള്ളത്. ഒന്ന്, ഒരു കോഡ് സബ്റ്റെൻഡ് ചെയ്യുന്ന എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. 2, ആ കോഡ് സബ്റ്റെൻഡ് ചെയ്ത ആംഗിളിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ 180 മൈനസ് ആ ആംഗിൾ തന്നെ ആയിരിക്കും. 180 മൈനസ് ആ ആംഗിൾ തന്നെ ആയിരിക്കും. ദെൻ അടുത്തത് നമ്മൾ പഠിച്ചത് എന്താണ്? കോഡിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാണോ അതിന്റെ പകുതി ആയിരിക്കും നേരെ മുകളിൽ വരുന്ന ആംഗിൾ. ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചിട്ടോ. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ അവിടെ ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. എല്ലാവരും ഒരു സർക്കിൾ വരയ്ക്കുന്നു, പെട്ടെന്ന് വരയ്ക്കാം. എന്നിട്ട് അതിലൊരു കോഡ് വരയ്ക്കുന്നു. കോഡ് വരയ്ക്കാം. ഈ കോഡിന്റെ സെൻട്രൽ ആംഗിൾ വരയ്ക്കുന്നു, അതിന്റെ മുകളിൽ ഒരു ആംഗിൾ വരയ്ക്കുന്നു, അതിന്റെ സൈഡിൽ ഒരു ആംഗിൾ വരയ്ക്കുന്നു. ഈ ഫിഗർ എല്ലാവരും പെട്ടെന്ന് വരയ്ക്കാം. സെന്റർ O, കോഡ് AB, കോഡ് AB,
പോയിന്റ് സി ഡി. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ആംഗിൾസ്. നിങ്ങൾക്ക് സി തന്നിട്ടുണ്ട്. സി നിങ്ങൾക്ക് തന്നിട്ടുള്ളത് 40 ഡിഗ്രിയാണ്. സി നിങ്ങൾക്ക് തന്നിട്ടുള്ള എത്ര ഡിഗ്രിയാണ്? 40 ഡിഗ്രി. ആംഗിൾ ഡി കണ്ടുപിടിക്കാം. ഫൈൻഡ് ആംഗിൾ ഡി ആൻഡ് ആംഗിൾ AOB and angle OAB and angle OBA. ഇതാണ് ചോദ്യം. മീറ്റിംഗ് സ്റ്റോപ്പ് ആവുമ്പോൾ സെയിം ലിങ്കിൽ തന്നെ കയറട്ടെ. ഇവ റിമൂവ് ചെയ്യണോ? ജി മറക്കും, 3-4 പ്രാവശ്യമായി മറക്കുന്നത്. ഓക്കെ, ചിത്രം വരച്ച എല്ലാവരും? വരച്ചോടോ? ഓക്കെ, നമ്മൾ ഇതിന് ആൻസർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞാൻ ചെയ്തുതരാം. നിങ്ങൾക്കുള്ള പ്രോബ്ലം ഞാൻ അടുത്തതിൽ തരാം. ഫസ്റ്റ് നമുക്ക് ആംഗിൾ സി വേണം. അത് 40 ആണെന്ന് അറിയാം അല്ലെ? ആംഗിൾ സി 40 ആണെങ്കിൽ പിന്നെ ഒരു ആംഗിളും കൂടെ തന്നെ 40 വരുമല്ലോ. ഏത് ആംഗിൾ ആണത്? ആംഗിൾ ഡി 40 ആണല്ലേ. അപ്പൊ ഞാൻ അവിടെ കൊടുക്കാൻ കേട്ടോ, ആംഗിൾ ഡി 40. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ആംഗിൾ ഡി 40 ആണത്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ആംഗിൾ ഡി എന്തുകൊണ്ടാ 40 വന്നത്? എന്തുകൊണ്ടാ? ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ഡി ആണ്. കാരണം എന്താ? ആംഗിൾസ് സബ്റ്റൻഡഡ് ബൈ വാട്ട്? തിയറി എന്താണോ? ഫസ്റ്റ് തിയറി, ആംഗിൾ സബ്റ്റൻഡഡ് ബൈ same chord are equal. Same chord are equal. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ആംഗിൾ സിയും ആംഗിൾ ഡിയും ഈക്വൽ ആയത് 40 ഡിഗ്രി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയി, ആംഗിൾ ഡി 40 ഡിഗ്രി. ദെൻ രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ആംഗിൾ AOB. ആംഗിൾ AOB എന്ന് പറഞ്ഞാൽ ഈ 40 ഡിഗ്രിന്റെ എന്തായിരിക്കും സെന്ററിൽ വരിക? സെന്ററിലുള്ളതിന്റെ എന്തായിരിക്കും 40 ഡിഗ്രി? ഹാഫ്. സെന്ററിലുള്ളതിന്റെ ഹാഫ് ആണ് 40 ഡിഗ്രി അല്ലെ? അപ്പൊ 40 ഡിഗ്രി ഹാഫ് ആണെങ്കിൽ സെൻട്രൽ ആംഗിൾ എത്ര ആയിരിക്കും? AOB 80. 40 ഡിഗ്രിന്റെ ഡബിൾ ആയിരിക്കും അല്ലെ? അപ്പൊ 2 ഇൻറ്റു ആംഗിൾ ഡി ആണ് വരിക. 2 ഇൻറ്റു ആംഗിൾ ഡി എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 40. 2 ഇൻറ്റു 40 എത്രടാ? 80 ഡിഗ്രി. അപ്പൊ സെൻട്രൽ ആംഗിൾ എത്ര കിട്ടി? 80 ഡിഗ്രി കിട്ടി. ഓക്കെ അല്ലേ? അവിടെ 80 ഡിഗ്രി വന്നു. ഓക്കെ, ഡൗട്ട് ഉണ്ടോ 80 ഡിഗ്രി വന്നത്? ഓക്കെ ആണോ? 80 ഡിഗ്രി ഒന്ന് ഓക്കെ ആണോടാ? ആ, മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കാം. മനസ്സിലായെങ്കിൽ ഒന്ന് ഓക്കെ ആണെങ്കിൽ ആയി എന്ന് പറയാ. ഓക്കെ, അപ്പൊ 80 ഡിഗ്രി ഒന്നും കൂടി പറഞ്ഞുതരോ? ഏതാ പറയേണ്ടത്? 80 ഡിഗ്രി കിട്ടിയത്. 80 ഡിഗ്രി കിട്ടിയത്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും എവിടെ വരിക? നമ്മുടെ മുകളിൽ ആ കോഡ് തന്നെ സർക്കിളിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ. ഓക്കെ, ഇവിടെ സെൻട്രൽ ആംഗിൾ നമുക്ക് എത്രയാണെന്ന് അറിയില്ല. അതിന്റെ ഹാഫ് ആണ് പക്ഷെ മുകളിൽ വരാന്ന് അറിയാം, അല്ലെങ്കിൽ സർക്കിളിൽ വരാന്ന് അറിയാം. അപ്പൊ ആ ഹാഫ് ആണ് 40 ഡിഗ്രി. അപ്പൊ ഏതൊരു നമ്പറിന്റെ ഹാഫ് 40 എന്ന് പറയുമ്പോൾ ഫുൾ എത്ര ആയിരിക്കും? ഏത് നമ്പറിന്റെ ഹാഫ് ആയിരിക്കും 40 ആയത്? 80. ഏത് നമ്പറിന്റെ ആയിരിക്കും? 80ന്റെ ഹാഫ് അല്ലേ 40 വരാം. ഇവിടെ മീറ്റിംഗ് ക്ലോസ് ആവുകയാണെങ്കിൽ നിങ്ങൾ ഈ ലിങ്കിൽ തന്നെ കയറട്ടോ.
ഇപ്പൊ തന്നെ ചിലപ്പം സ്റ്റോപ്പ് ആവും.